ഹായ് എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാലാമത്തെ ടൈം ടേബിളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നാലാമത്തെ ടൈം ടേബിളിൻ്റെ സിലബസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റിലെ നമ്മൾ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. ഹിസ്റ്ററിയിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വദേശി മൂവ്മെൻറ്റ്, റഷ്യൻ റവല്യൂഷൻ, ഇത്രയുമാണ് നോക്കിക്കൊണ്ട് വരേണ്ടത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, അതുപോലെ റഷ്യൻ വിപ്ലവം, ഇത്രയുമാണ് നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും പഠിച്ചുകൊണ്ട് വരേണ്ടത്. ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് ടൈം ടേബിൾ തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറേ നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ തന്നിട്ട് ഇതൊരിക്കലും നിങ്ങൾ ഓർക്കാൻ പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഒരു ബ്രെയിൻ കപ്പാസിറ്റി ഒന്നും മനുഷ്യനില്ല, അല്ലേ? ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ സ്റ്റഡീസ് എന്താ പറയുന്നത്, 20 മിനിറ്റ് മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റൂ. ബാക്കി എത്ര സമയം ഇരുന്ന് കഴിഞ്ഞാലും അത് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ ഒക്കില്ല. അപ്പോൾ ഒരു മനുഷ്യന് മാക്സിമം 20-25 മിനിറ്റ് മാത്രമേ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ഒക്കൂ. അത് മാത്രമേ നമ്മുടെ തലച്ചോറിനകത്ത് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് കണ്ടന്റ് വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നാളത്തേക്ക് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ടാണ് ഏറ്റവും ചുരുക്കി തരുന്നത്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ദിവസം എടുത്തിട്ടാണെങ്കിലും സമയം എടുത്തിട്ടാണെങ്കിലും വൃത്തിയായിട്ട് പഠിക്കുക. ഇത് റിവൈസും കൂടെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും എക്സാമിന്. അതുകൊണ്ടാണ് വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് വീതം ഓരോന്നിൽ നിന്നും തരുന്നത്. അതല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടെ വേണമെങ്കിൽ ഒന്നിച്ച് കുറേ ടോപ്പിക്ക് തന്നിട്ട് നിങ്ങൾ എക്സാമിന് വരാൻ വേണ്ടിയിട്ട് പറയാം. അത് ചെയ്യാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രയോജനം വേണം, അല്ലാതെ കുറേ തന്നിട്ട് കാര്യമില്ലല്ലോ. ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വദേശി മൂവ്മെൻറ്റ്, റഷ്യൻ റവല്യൂഷൻ. ചെറിയ 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 ടോപ്പിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ളത് മാത്രം പിക്ക് ചെയ്ത് വൃത്തിയായിട്ട് അടിസ്ഥാനപരമായിട്ട് പഠിച്ചുകൊണ്ട് വരിക. 2 ജോഗ്രഫി, ഓഷൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സമുദ്രവും അതിൻ്റെ സമുദ്ര ചലനങ്ങളും, അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടിസ്ഥാനത്തോടു കൂടി പഠിച്ചിട്ട് വരിക. എന്താണെന്ന് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതത്തക്ക രീതിയിൽ കാര്യം അറിഞ്ഞിട്ട് പഠിച്ചുകൊണ്ട് വരിക. കാണാതെ പഠിത്തം ഒഴിവാക്കുക. ദെൻ തമിഴ്നാട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിനെ പറ്റി പഠിക്കാനും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് തമിഴ്നാടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ദെൻ കാസർഗോഡും അതിൻ്റെ ഫീച്ചേഴ്സും. കേരളത്തിലെടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനകത്തൊരു റെപ്പറ്റേഷൻ പോവാത്ത രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അടുത്ത എക്കണോമിക്സിൽ നിന്നും ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ പഠിച്ചു പോവുക. കാണാതെ പഠിത്തം ഒഴിവാക്കുക. സിവിക്സിനകത്ത് നിന്നും ലോക്പാലും ലോകായുക്തയും. ഒരിക്കലും SCRT മാത്രം, SCRTക്കകത്ത് 2-3 പോയിന്റ്സ് കൊടുത്തിട്ടുള്ളൂ. അതല്ല, നമുക്ക് കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കണം. കണ്ടിട്ടില്ലാത്തൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. വേറെ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നോക്കുക. റാങ്ക് ഫയൽ നോക്കേണ്ടവർക്ക് വേണമെങ്കിൽ അതും നോക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം പഠിച്ചിട്ട് വേണം വരാൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നും പഞ്ചായത്തി രാജ്, അതും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടിസ്ഥാനപരമായിട്ട് പഠിക്കുക. അതിനും നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കണമെങ്കിൽ നോക്കാം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണണമെങ്കിൽ കാണാം. അതല്ല മറ്റാരുടെയെങ്കിലും കാണണമെങ്കിൽ അതും കണ്ടിട്ട് ഈച്ച് ആൻഡ് എവരി പോയിന്റ് പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അടിസ്ഥാനപരമായിട്ട് നോട്ടും ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ടർ സയൻസിനകത്തു നിന്നും ബേസിക് ഓഫ് പ്രോഗ്രാം. അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു സിലബസ് ഉണ്ടല്ലോ, നമ്മുടെ സിലബസ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് വേണം ടിക്കിട്ടിട്ട് പോകാൻ. ഓരോ വട്ടവും എക്സാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ പറയുന്ന ടോപ്പിക്കും നിങ്ങൾ ടിക്കിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനകത്തും നമ്മൾ 3 എക്സാമിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ടിക്കിട്ട് വയ്ക്കുക. ഇപ്പം 4ാമത്തെ പോർഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതും ടിക്കിട്ട് മാറ്റുക. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് പഠിച്ചുകൊണ്ട് വരിക. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺ, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആൻഡ് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ്. അത് ഇത്രയും നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമുള്ളവർ വീഡിയോ കാണുക. വീഡിയോ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യുക. അതല്ല, SCRTക്കകത്ത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. SCRT മാത്രം ഈ ഡിഗ്രി ലെവലിന് ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് വരാതിരിക്കാനായിട്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും അതിനകത്തില്ല. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസും കൺസേണും, ക്ലൈമറ്റ് ചേഞ്ചും, ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്, ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റും നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക. അതിനകത്ത് പ്രോട്ടോകോൾസും പോളിസിയുടെയൊക്കെ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ബയോഡൈവേഴ്സിറ്റിയുടെ നാഷണൽ പാർക്കുകളെ പറ്റിയിട്ടൊക്കെ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് വരിക. ഓക്കെ, അടുത്ത മാത്സിനകത്ത് നിന്ന് നിങ്ങൾ നോക്കേണ്ടത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്.
സാധാരണ പലിശ, കൂട്ടുപലിശ, അതിനെ പറ്റിയിട്ട് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. അത് നിങ്ങളെ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ നോക്കി പഠിക്കണമെന്ന്. ഇത് റെപ്പറ്റേറ്റീവായിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ PSC എക്സാംസിനും LD-ക്കായാലും മറ്റേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനായാലും ഡിഗ്രി ലെവലോ എന്തോ ആയിക്കോട്ടെ അതിനെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ടെണ്ണം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക ആദ്യം. റാങ്ക് ഫയൽ ഉള്ളവർ റാങ്ക് ഫയലിനകത്ത് കുറച്ച് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന ഇതേ സബ്ജക്റ്റിനകത്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി 2-3 എല്ലാത്തിനും കുറേ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഫസ്റ്റിലേ പഠിച്ചിട്ട് കുറേ വട്ടം ചെയ്ത് നോക്കുക. ഒരു 5 എണ്ണമെങ്കിലും ഒരു മെത്തേഡിൽ നിന്ന് നിങ്ങൾ പലത് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും എക്സാമിന്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക. ദെൻ ഇംഗ്ലീഷിനകത്ത് നിന്നും ആർട്ടിക്കിൾസും അതിനകത്ത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വൃത്തിയായിട്ട് നോക്കിക്കൊണ്ടുവരാം. ഒരുപാട് തരുന്നില്ല, ആ കാര്യം തന്നെ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരാം. എവിടെ നിന്ന് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കാം. ദെൻ മലയാളത്തിനകത്ത് നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് സ്ത്രീലിംഗവും പുല്ലിംഗവും, അതുകൊണ്ട് പരിഭാഷ, ഇത് രണ്ടും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരാം. അതും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. അതല്ല റാങ്ക് ഫയൽ നോക്കുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദെൻ സ്പോർട്സിനകത്ത് നിന്നും പ്രധാന ട്രോഫികളും ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട്. അതും വൃത്തിയായിട്ട് നോക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ എക്സാം ഇടുന്നതിന് മുമ്പ് മാക്സിമം അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സോഴ്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പഠിച്ചുകൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഇടാൻ പോകുന്ന എക്സാമിൻ്റെ ടൈം ടേബിൾ ഇത്രയാണ്. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് കാണാപ്പാഠം പഠിക്കാതെ എന്നേക്കും വേണ്ടതാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കുക. കുറേ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ടിരിക്കണം, അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. നാളെ ഒരു സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്ന് പറയുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഷോക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിനും റെഡി ആയിട്ടിരിക്കണം. ഇനി എന്താണ് PSC പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ഏതൊരു മെത്തേഡ് ആണെങ്കിലും നമുക്ക് ജോലിയാണ് വേണ്ടത്. ഒരിക്കലും പ്രിലിമിനറി പാസ്സാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പ്രിലിമിനറി പാസ്സാവാൻ ഒരു ക്വാളിഫയിങ് എക്സാമാണ്. ഒരുവിധം മെനക്കെടുന്നവർക്കെല്ലാം അതിനകത്ത് കിട്ടും, ക്ലിയർ ചെയ്യും. പക്ഷേ നമുക്ക് മെയിൻസിനകത്ത് ഇനി ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്ന് വന്നാൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി പോകണമെങ്കിൽ ഇപ്പം തന്നെ ഓരോ കാര്യങ്ങളും തറവായിട്ട് പോയേ ഒക്കൂ. അല്ലാതെ ഇപ്പോഴത്തെ കാര്യം കഴിയട്ടെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോഴേ ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് ടെൻഷൻ ഒഴിവാക്കാം. 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നത് മെയിൻസുമായിട്ട്. അപ്പോൾ ഈ പറയുന്ന ചാട്ടമൊന്നും എന്തുകൊണ്ട് എക്സാം ഇല്ല അല്ലെങ്കിൽ എന്താ എക്സാം നടത്താത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 10th ലെവലിൽ കുറേ ബഹളമൊക്കെ വെച്ചതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് പെട്ടെന്ന് സിലബസ് വന്നു. സിലബസ് വന്നപ്പോൾ വാസ്റ്റായിരുന്നു. നമുക്ക് കുറച്ച് സമയം മാത്രമേ +2-ന് പോലും കിട്ടിയുള്ളൂ. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, അടിസ്ഥാനപരമായിട്ട് പഠിക്കുക. നാളെ ഒരു സമയത്ത് എഴുത്ത് പരീക്ഷയാണെങ്കിൽ എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും, എനിക്കിതിനെപ്പറ്റി എഴുതാനുള്ള അറിവുണ്ട് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പഠിച്ചു പോവുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല, അറിവ് കൂടത്തതേ ഉള്ളൂ. ഇനിയും ഡിസ്ക്രിപ്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ലതായിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് വിശ്വസിക്കുക, നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് ഡേറ്റ് 27 നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം നടത്താൻ പോകുന്നത് 1-ാം തീയതി, ജൂൺ 1-ാം തീയതി രാത്രി 8 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം വരെ നിങ്ങൾക്ക് ഇത്രയും വൃത്തിയായിട്ട് പഠിക്കാനുള്ളൊരു ടൈം കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. കൃത്യമായിട്ട് പഠിക്കുക, തറവായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് പഠിക്കുക. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു സബ്ജക്റ്റിനകത്തും നമുക്ക് മാക്സിമം നോളജ് ഉണ്ടായിരിക്കത്തക്ക രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.